ഇന്നൊരു സ്പെഷ്യൽ ചായ കടി ഉണ്ടാക്കിയാലോ? അതിനുവേണ്ടി 3-4 സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം 3 ഉള്ളി, മീഡിയം സൈസ് ഉള്ളിയാണ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കണേ, ഉള്ളിയൊക്കെ വേവുന്ന രൂപത്തിൽ. അതിനുശേഷം 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്തേക്ക് നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് മൈദ മാവാണ്, നല്ലോണം കുഴച്ചെടുത്തതാണ്. ഇനി നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഈ ഷേപ്പിൽ നിങ്ങൾക്ക് എത്രയാ വലിപ്പം അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് നേരത്തെ രൂപത്തിലായിട്ട് തന്നെ റൗണ്ട് ഷേപ്പായിട്ട് തന്നെ പരത്തിയെടുക്കണേ. അതിനുശേഷം നമുക്കിതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ അളവിൽ മസാല ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണ്ട. ഇനി ഇത് 4 മുട്ടയാണ്. അത് ഞാൻ ഒരു മുട്ട 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അതിലൊരു പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം കുറച്ചുകൂടി മസാല വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. ഒരു വശം ഇതുപോലെയും മറ്റൊരു വശം ഇതുപോലെ ആയിട്ട് മടക്കിയെടുക്കാം. അടുത്ത ഒന്നുകൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. പറ്റുന്ന സമയത്ത് കുറച്ച് നേർത്തിട്ട് തന്നെ പരത്തിയെടുക്കാം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളറാകുന്ന വരെ ആയതിനു ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ആയതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ അടിപൊളി മുട്ട പപ്സ് റെഡി ആകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലുള്ള നല്ല റെസിപ്പി